ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാളായി ഞാനിങ്ങനെ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ 11th ഞാൻ എന്താണ് ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്, പിന്നെ എൻ്റെ 10th റിസൾട്ട് എന്തായി, പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വെക്കേഷൻ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്, എന്തൊക്കെയായിരുന്നു പരിപാടികളെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വെക്കേഷനിൽ ഞാൻ എൻ്റെ നാട്ടിലായിരുന്നു. നാട്ടിൽ പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, നാട്ടിൽ പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു വെക്കേഷൻ. സത്യം പറഞ്ഞാൽ കൂടുതൽ നേരം പുറത്തൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിലും ഞാൻ കൂടുതൽ സമയം പാർക്കിലൊക്കെ പോയിരിക്കലും കളിക്കലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ വെക്കേഷൻ അത്യാവശ്യം കുറച്ച് അധികം സമയം പുറത്ത് തന്നെയായിരുന്നു. കാരണം 10th ഞാൻ കൂടുതൽ സമയം അകത്തിരുന്ന് പഠിച്ചിട്ടൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 10th എൻ്റെ വലിയ കാര്യമായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് 10th റിസൾട്ടിനെ പറ്റി ആലോചിച്ച് ഒത്തിരി പേടിയുണ്ടായിരുന്നു. 10th എങ്ങനെയായിരിക്കും, നല്ല പേടിയുണ്ടായിരുന്നു. റിസൾട്ടിൻ്റെ സമയം എടുക്കാറായപ്പോഴേക്കും ടെൻഷൻ കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും റിസൾട്ടൊക്കെ ഔട്ടായപ്പോഴേക്കും അത് ആ വഴി തന്നെ അങ്ങോട്ട് പോയി, ഒരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ അഡ്മിഷൻ ഇന്നിപ്പോൾ ഞാൻ സ്കൂളിൽ പോയി, എൻ്റെ സ്കൂളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത് കൊമേഴ്സ് വിത്ത് IP ആണ്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എന്താണെന്ന് വെച്ചാൽ 4 സബ്ജക്റ്റ് കമ്പൽസറി ആണ്. 4 സബ്ജക്റ്റ് കമ്പൽസറി, പിന്നെ ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ 4 കമ്പൽസറി ആയിട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൊമേഴ്സിനകത്ത് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, പിന്നെ ഇംഗ്ലീഷ്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടെ എടുക്കണം. നമ്മൾ ഒന്നെങ്കിൽ മാത്സ് എടുക്കാം, ഹിന്ദി എടുക്കാം, സംസ്കൃതം എടുക്കാം, അല്ലെങ്കിൽ IP എടുക്കാം. ഞാൻ എന്തായാലും ലാംഗ്വേജ് എടുക്കില്ലെന്ന് നേരത്തെ ഞാൻ തീരുമാനിച്ചു വെച്ചാണ്. പിന്നെ മാത്സ് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞാൻ എടുത്തതാണ് IP എടുത്തേക്കുന്നത്. അപ്പോൾ കൊമേഴ്സ് വിത്ത് IP ആണ് എടുത്തേക്കുന്നത്. എൻ്റെ അഡ്മിഷനുടെ കാര്യങ്ങളൊക്കെ കൊടുത്തു. ആൻഡ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും, അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ പറയാമെന്ന് പറഞ്ഞു. അഡ്മിഷനും ഒക്കെ ആ വഴിക്ക് കഴിഞ്ഞു. പിന്നെ എൻ്റെ റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ട് എനിക്ക് 10th എത്ര പെർസെൻറ്റേജ് ആയെന്നാണ് ചോദിക്കുന്നത്. 76% ആണ് എനിക്ക് 10th ഉള്ളത്. ആൻഡ് ഈ റിസൾട്ടിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ 80+ പ്രതീക്ഷയാണ്. എനിക്ക് ഏറ്റവും കുറഞ്ഞു പോയത് മാത്സിനാണ്. മാത്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്സ് എനിക്ക് ഭയങ്കര മോശമായിരുന്നു എന്ന്. മാത്സിനാണ് എൻ്റെ ഏറ്റവും കുറഞ്ഞത് മാർക്ക്. ബാക്കി എല്ലാ സബ്ജക്റ്റിനും പിന്നെ എനിക്ക് മാർക്കുണ്ടായിരുന്നു. മാത്സിന് ശരിക്കും കുറഞ്ഞു. എല്ലാവരും ചോദിക്കുന്നത് അത് തന്നെയായിരുന്നു, എന്ത് പറ്റി മാത്സിന് ഇത്രയും കുറഞ്ഞെന്ന്. എനിക്ക് മാത്സ് ഒട്ടും പറ്റാത്ത സബ്ജക്റ്റാണ്. പിന്നെ അവസാനം കൂടെ ആയപ്പോഴേക്കും എനിക്ക് മൊത്തത്തിൽ പ്രാന്തായി. പിന്നെ ഒരിടയ്ക്ക് ഞാൻ മാത്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ നേരത്തെ തൊട്ടേ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയായിരിക്കും. ഞാൻ മാത്സിന് നോക്കുന്നില്ല, കുറേ നാളെ സയൻസ് നോക്കിയിട്ടെന്ന് പറഞ്ഞ് സയൻസിൻ്റെ പിന്നാലെ പോയിട്ട് മാത്സ് ഞാൻ കുറച്ച് 2-3 ആഴ്ചത്തേക്ക് തന്നെ മാത്സ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. കാരണം പിന്നെ എനിക്ക് മാത്സിലേക്ക് അങ്ങോട്ട് പോകാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. നമ്മൾ മാത്സ് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ക്യാച്ച് ചെയ്തിട്ട് പോകാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും വരികയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതെനിക്ക് ആ സമയത്ത് മനസ്സിലായി. ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതായിരുന്നു. പിന്നെ എക്സാമിൻ്റെ സമയത്ത് ലൈക്ക് ഹോസ്പിറ്റലിൽ പോയതും അതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ. എക്സാമിൻ്റെ സമയത്ത് അന്ന് കൂടുതൽ സമയം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അതും കൂടെ ചേർന്ന് എൻ്റെ റിസൾട്ട് കുറഞ്ഞു. എന്നാലും ലൈക്ക് എൻ്റെ പാരൻസിനാണെങ്കിലും എല്ലാവർക്കും ഓക്കെയാണ്. ഫാമിലി എല്ലാവരും പറഞ്ഞു 10th റിസൾട്ട് ഇത്രയൊക്കെ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒരു 80 കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. 80 കിട്ടായിരുന്നു, ഞാൻ കുറച്ചും കൂടെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് 80 കിട്ടിയേനെ എന്നൊക്കെ ആലോചിച്ചു. എൻ്റെ എന്തായാലും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഇംഗ്ലീഷിലാണ്, 94 കിട്ടി. പിന്നെ സോഷ്യലിന് 88, അങ്ങനെയൊക്കെയാണ് പോകുന്നത് മാർക്ക്. പക്ഷെ എനിക്ക് നല്ല സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. 76 ആയി പോയത്. എനിക്കിപ്പോഴും കുറച്ചൊരു സങ്കടമുണ്ട്. 76 കുറച്ചും കൂടെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ എന്നൊരു തോന്നലുണ്ട്. ഓക്കെ, എനിവേ അത് നമ്മൾ മാറ്റി തരണം. അപ്പോൾ എൻ്റെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. വെക്കേഷന് നാട്ടിൽ ഞാൻ കൂടുതൽ സമയം പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വായനാശീലം ഒന്നും കൂടെ പുതുക്കിയെടുത്തു. വായിക്കാനായിട്ട് പിന്നെ ഇത്രയും ബുക്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ ഏതൊക്കെ ബുക്സാണ് വായിക്കാറുള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചില്ല. ഇപ്പം ഞാൻ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്, പവർലെസ്. നിങ്ങൾ ബുക്ക് വായിക്കാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഇതൊരു സാധനം വായിച്ചു നോക്കുക. സെറ്റാണ്, അടിപൊളിയാണ്. ഒരു ഫാൻറ്റസി ജോണറിലുള്ള ബുക്കാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് റിവ്യൂവോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇതെല്ലാം പറയുക. കാരണം ഇപ്പോൾ ഇത്രയും ബുക്ക്സ് ഞാൻ ഇത് കുത്തിയിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബുക്ക് വായന ഇപ്പോൾ എൻ്റെ ഒരു ശീലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ അടുത്ത് എനിക്ക് കിട്ടിയ ബുക്കാണ് ഇത് രണ്ടും. റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ബുക്കാണ് ഇത് രണ്ടും. ഡയറി ഓഫ് ആൻ ഫ്രാങ്കും പിന്നെ രാം കെയർ ഓഫ് ആനന്ദി. ഇത് ഞാൻ കുറേ നോക്കിയിരുന്ന ബുക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് മലയാളത്തിലായിരുന്നു ഈ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ബുക്ക് വായിക്കുന്നവരാണല്ലോ എന്തായാലും ഈ ബുക്കിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല.
അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ എനിക്ക് ഈ ഒരു ബുക്ക് വേണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് എനിക്ക് കിട്ടി. ഇവിടെ ഇപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ വായിച്ചത്ര എനിക്ക് ഓക്കെ ആണ് തോന്നി. പക്ഷേ മലയാളം എനിക്ക് വായിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ മലയാളത്തിൽ തന്നെ വായിച്ചേനെ. അയ്യോ, എനിക്ക് ഈ ബുക്ക് കിട്ടി. ഇപ്പോഴും എനിക്ക് സന്തോഷം. എന്താ, ബുക്ക് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ബുക്ക് റിവ്യൂ വല്ലതും വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ബുക്കുകളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് റിവ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം ബുക്കുകൾ ഇപ്പോൾ എൻ്റെ കയ്യിലായിട്ടുണ്ട്. പിന്നെ എന്താ, അതൊക്കെയാണ്. എന്താ, വെക്കേഷൻ സമയത്ത് കൂടുതൽ സമയം ഞാൻ ബുക്ക് വായനയിൽ കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്തു എൻ്റെ ടൈം. ആൻഡ് അത് കുറച്ചും കൂടെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനി ഇതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം. ഇനി എൻ്റെ 11th എന്താ, ഞാൻ കൊമേഴ്സ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കൊമേഴ്സിൽ ഇനി എന്തൊക്കെയാണ്, എന്താ ട്യൂഷന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ച് ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ എന്തായാലും പറയാം. ഇപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈക്ക് എന്താ ബാച്ച് ചെയ്തെടുക്കണമെന്ന്. ഓൺലൈനിലാണെങ്കിൽ ഓൺലൈനിൽ ഏത് ബാച്ച് നോക്കണം എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിലുള്ളത് സൈലം ആൻഡ് എക്സാമിനറാണ്. ഇത് രണ്ടരയും ക്ലാസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 2 ക്ലാസ്സും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് എനിക്ക് കൂടുതൽ പറ്റുന്നത് അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ക്ലാസ്സും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. കുറേ നാളെ ഞാനിങ്ങനെ എന്താ അന്ന് ഇരുന്ന് സംസാരിച്ചിട്ടൊരു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.